ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്മിത്തൻസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചായിരുന്നു, ഒരു മാസമായി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ചേർത്ത് പറയാമെന്ന് വിചാരിച്ചു. ചില പ്രോഡക്റ്റ്സൊക്കെ കേൾക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ യൂസ് ചെയ്യുമ്പം അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തത് യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് വല്ല പ്രശ്നം ഉണ്ടായോ, അതേപോലെ അതുകൊണ്ട് ബെനിഫിറ്റ്, അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 2 പാക്കറ്റായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പം രണ്ടും കൂടെ ഒരു പാക്കറ്റിലിട്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യുവാണ്. ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് മൊത്തം 13 പ്രൊഡക്റ്റാണ്. 11 പ്രൊഡക്റ്റ്. ഇത് രണ്ടായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആവാം. അപ്പോൾ ഇത് ടോട്ടല് അല്ലാതെ വാങ്ങാനാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാനാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എന്ന് വരുന്നത് അത് ഞാൻ പറയാം. ടോട്ടല് 2696 റുപ്പീസിൻ്റെ സാധനമാണ് ഇതെല്ലാം കൂടെ. ഈ 11 പ്രൊഡക്റ്റും പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ 3 ഗിഫ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 2696 എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ ഞാൻ വാങ്ങിച്ചത് ഇപ്പം സ്മിതൻസിൽ നിന്ന് ട്രയൽ പോയിൻ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് വെറും 400 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞത് 2 ബോക്സ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഒരെണ്ണത്തിന് 199. ഞാൻ ജസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞതാണ്. അങ്ങനെ 400 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ശേഷം കൊള്ളാം, ഇത്രയും പ്രൊഡക്ട്സ്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചിരുന്ന ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിന് കറക്റ്റ് പ്രൈസ് വരുവാണെങ്കിൽ 695 റുപ്പീസാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന ഒരു പിങ്ക് ഫോറെവർ എന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. അത്യാവശ്യം ഒത്തിരി ഡാർക്കും അല്ല, എന്നാൽ ഒത്തിരി ലൈറ്റും അല്ല, നന്നായിട്ട് ചേരും. അത്യാവശ്യം നല്ലൊരു കളറാണ്. അതേപോലെ ഈ ഒരു കളർ, വീഡിയോയിൽ കാണുമ്പോൾ ഏത് കളറാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരിത്തിരി ഡാർക്ക്, ഇത്തിരി ലൈറ്റ്, അങ്ങനത്തെ കളറാണിത്. ഇത് വെച്ചാൽ നല്ല മോയ്സ്ചറൈസിങ് ആണ്. കുറേ നേരം വരെ നിൽക്കും. ഇത് ഗ്ലൈഡായിട്ട് ഇങ്ങനെ ഇരിക്കും, നല്ല കളറും കൊടുക്കും. ഇപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഒരു ഹാമോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത്. ചെവിത്രി, ജോജോബ, പിന്നെ റൈസ് സ്റ്റാർച്ച്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. കുഴപ്പമില്ലെന്നല്ല, എനിക്കിഷ്ടമാണ്. ഞാനിത് ഇപ്പം ബ്രൗൺ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ റെഡ് കളറിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി, ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കളറാണെങ്കിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് ഡാർക്ക് ആക്കാൻ വേണ്ടി ഈ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഫസ്റ്റ്. ഇതിൻ്റെ ട്രയൽ പോയിൻ്റ് വന്നിട്ട് 6 ആണ്. സ്മിതൻസിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ട്രയൽ പോയിൻ്റ് 6. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഡെർമാക്കോയുടെ കോജിക് ആസിഡാണ്. ഇത് അത്യാവശ്യം ഒരു ബെസ്റ്റ് സെല്ലിങ് പ്രോഡക്റ്റാണ്. ഇത് കുറേ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്, കാരണം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഇത് നമ്മുടെ ഫേസിലെ ബ്ലെമിഷസ്, അതേപോലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സിൻ്റെ പാട്, പിന്നെ ഈ പിമ്പിളൊക്കെ ഒത്തിരി വരുന്ന സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇത് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ 1% ആൽഫ ആൽബ്യൂട്ടിൻ. അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ സ്പോട്ട്സിനെയൊക്കെ റിഡ്യൂസ് ചെയ്യുക, സ്പോട്ടൊക്കെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്ത് തരും. പിന്നെ നയാസിനമൈഡ് അറിയാമല്ലോ, നമ്മുടെ ഫേസിലെ പോഴ്സൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്തിട്ട് ഒരു ഗ്ലോയിങ് ഒരു ഫീലിംഗ് കൊണ്ടുവരും. പിന്നെ ഇത് എന്താ പറയുന്നത്, നമ്മുടെ കോംപ്ലക്ഷൻ കറക്റ്റ് ചെയ്ത് തരും. ഇപ്പം ഇവിടെ വേറെ കളറ്, ഇവിടെ പിഗ്മെൻറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കില്ലേ, അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലിയർ ആക്കി തരും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാനിത് 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം തീരാറായി. ഞാനിത് ഇത്രയും കൂടെ ഉള്ളൂ. ഇത്രയും ഉണ്ടായിരുന്നു സംഭവം, ഇത്രയും ഉണ്ടായിരുന്നു. 1 മന്തായി. ഇപ്പം നമ്മൾ ജസ്റ്റ് 1 2 3 4 5 ഡ്രോപ്സ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. പിന്നെ
എന്തുവാ മുഖം ഒന്നും കഴുകാതെ യൂസ് ചെയ്യരുത്, കാരണം ആസിഡ്സ് ആണ്. അപ്പോൾ ഇതിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ കുറഞ്ഞ വേർഷൻ സ്റ്റാർട്ട് ചെയ്യണം, കുറഞ്ഞ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 2% ആയിരിക്കും. ഇതിൻ്റെ കൂടിയതുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ 2% അല്ല, അതിൻ്റെ ഇപ്പം നയാസനമൈഡ് തന്നെ 10% ഉണ്ട്, 2% ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് ഒരു വലിയ ഹൈ കോൺസെൻട്രേഷനിൽ നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ ആസിഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല റിയാക്ഷൻ കിട്ടാൻ ഉണ്ടാവാതിരിക്കാം. അത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളെപ്പോഴും എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമ്മൾ അതിൻ്റെ ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനിയിപ്പം ഹൈ കോൺസെൻട്രേഷനുള്ള സാധനം ആണെങ്കിൽ തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. ഇപ്പം ഡൈല്യൂട്ട് ചെയ്യാൻ ഈസിയാണ്. മോയ്സ്ചറൈസർ എടുത്തിട്ട് അതിൽ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഈ ഒരു ആസിഡ് നയസിനമൈഡ് ആയാലും കോജിക് ആയാലും എന്തുവാണേലും അതിനെ ഒന്ന് ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്ത്, ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഓക്കെ, ഇത് 2% ഉള്ളത്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ജസ്റ്റ് ഒന്ന് ഫേസിനെ നമുക്ക് എക്സ്ഫോളിയേറ്റ് തരും, നല്ലൊരു ക്ലെൻസർ പോലെയാണ്. അതപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ മാറ്റും. അപ്പം ഞാനിത് കുറേ നാളായി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അത് മറ്റേ സാലിസിലിക് ആസിഡായിട്ട് പെയർ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ ഈ ഒരു സ്പോട്ട് പോലെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാനിത് ഇപ്പോൾ ഈ ഒരു മന്ത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. സ്കിൻ അത്യാവശ്യം നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഫേസിലെ സ്പോട്ട്സൊക്കെ നല്ല റിഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്, അല്ല സെക്കൻഡ് പ്രൊഡക്റ്റ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ എടുത്തത് ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡാണ്. കോജിക് ആസിഡിൻ്റെ പോയിന്റ് പറഞ്ഞില്ല. കോജിക് ആസിഡിൻ്റെ ട്രയൽ പോയിന്റ് 3 ആണ്. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ 249 ആണ് ഇതിൻ്റെ ഫുൾ പാക്കറ്റിന്. ഇത് എനിക്ക് തോന്നുന്നു 15 ml അങ്ങനെ എന്തോ ആണ്. ഇത് 10 ml ഉള്ളൂ. ഇത് 10 ml ആണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് സാലിസിലിക്. ഇതിൻ്റെ ട്രയൽ പോയിന്റ് എന്ന് വെച്ചാൽ ട്രയൽ പോയിൻ്റ് ഒക്കെ നേരത്തെ പറയാം. ട്രയൽ പോയിന്റ് വന്നിട്ട് ഇവിടെ പോയി. ട്രയൽ പോയിന്റ് വന്നിട്ട് 2 ആണ്. പിന്നെ ഈ ഒരു ട്രയൽ പാക്കിന് 149 ആണ്. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. ഞാനിത് കോജിക്കിൻ്റെ കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞേ. ഇത് നമ്മുടെ ഫേസിനെ ഒന്ന് ഗ്ലോ ആക്കി, നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഫേസിനെ ഒന്ന് ഫ്രഷ് ആക്കി തരും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, നല്ലൊരു പ്രോഡക്റ്റ്. എല്ലാവർക്കും അറിയാം ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ട് ഇപ്പോൾ അടുത്ത എൻ്റെ വലിയ പാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്രയ്ക്കും നല്ല പ്രോഡക്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് കണ്ടിന്യൂ ചെയ്യും, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്മിതൻസി തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നല്ല പ്രോഡക്ട്സും ഉണ്ട്, കൊള്ളാത്ത പ്രോഡക്ട്സും ഉണ്ട്. ചിലതൊക്കെ ബ്രാൻഡഡ് ആണ്, ചിലതൊക്കെ ബ്രാൻഡ് അല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ അറിയാവുന്ന ബ്രാൻഡ്സൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ നമുക്ക് കേട്ട്, ഇപ്പം ജസ്റ്റ് ഹെർബ്സ്, റെനെ, പിന്നെ മാമ എർത്ത്, പിൽഗ്രിംസ്, പിന്നെന്താ ഇതേപോലെ ഡെർമാക്കോ, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് അല്ലാതെ വരുന്നുണ്ട്, അതൊന്നും അറിയത്തില്ല. നീ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ എപ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ അത് തേർഡ് പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ റെറ്റിനോളാണ്. ഡോട്ട് ആൻഡ് കീ ഈ റെറ്റിനോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് കൂടുതലും റിങ്കിൾസും അതേപോലെ ആൻറ്റി ഏജിനിങ് അത് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ ഫേസ് ടൈറ്റൻ ആക്കാൻ വേണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു സംഭവം നമ്മൾ ഒത്തിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്കത് ഡയറക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ദിവസം നൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുക. കാരണം ഇതിൽ റെറ്റിനോൾ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ യൂസ് ചെയ്ത് സണ്ണായിട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് നമ്മളെ ഹാം ചെയ്യും, അത് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യും. അതിനാണ് രാത്രി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഇവിടെ ഈ 2 ഏരിയ, അതേപോലെ ഇവിടെ ഈ ഏരിയ ഇവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതൊന്ന് ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്
ഇവിടെയൊക്കെ വാസ്ലിൻ ഇട്ടിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരു ദിവസം രാത്രി ഞാൻ ഇട്ടിട്ട് എണീറ്റപ്പോൾ എൻ്റെ ഫേസ് നല്ല ഡള്ളായിരുന്നു. എനിക്കറിയത്തില്ല എനിക്ക് മാത്രമാണോ, എനിക്കത് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അന്ന് ആ ഒരു ഡേ ഞാൻ ഈ ഒരു സംഭവം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ സാലിസിലിക് ആസിഡാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു ഹാം ഉണ്ടായിട്ടില്ല. പിന്നെ നൈറ്റ് ആയപ്പോഴാണ് ഈ ഒരു സംഭവം ഇട്ടത്. അടുത്ത ദിവസം ആയപ്പം ഫേസ് വല്ലാതിരുന്നു. സത്യം പറഞ്ഞാൽ അതുവരെ പ്രശ്നമില്ലായിരുന്നു, അടുത്ത ദിവസം എനിക്ക് പ്രശ്നമുണ്ടായി. അപ്പോൾ നമ്മുടെ ഏജുകാർ എന്ന് വെച്ചാൽ ഒരു 20-21 ആ ഒരു ഏജുകാർക്ക് ഇത് ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത് എനിക്ക് ആവശ്യമില്ല, ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ റെറ്റിനോളിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട് 2 പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ 245 റുപ്പീസാണ് അതിന്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഈ ഒരു മാമ എർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഉണ്ട്, തീർന്ന്. ഇത് അന്ന് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അതിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ കൊള്ളാം. ഇത് നമുക്ക് ഫേസിൽ പെട്ടെന്നൊരു ഗ്ലോ തരും. എല്ലാ സൺസ്ക്രീൻ പോലെയല്ല, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു ഗ്ലോ പോലെ, മറ്റേ വൈറ്റ് കാസ്റ്റ് ഒന്നുമല്ല, അല്ലാത്ത എന്തും ഇതൊരു ഗ്ലോ കൊള്ളാം. ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട് മാമ എർത്ത് പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. കാരണം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു വിറ്റാമിൻ സിയുടെ ഗ്ലോ ക്രീം ഉണ്ടായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതേ ഒരു സെയിം സ്മെല്ലായിരുന്നു അതിനും. ഞാൻ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങോട്ട്. ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട് 2. പിന്നെ ഈ ഒരു ഇതിന് 145 റുപ്പീസാണ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ കിക കാമിങ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. സിമ്പിൾ. ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ടൊന്നും ഇരിക്കത്തില്ല. നമുക്ക് അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്ത് ജെൽ ടൈപ്പാണ്, നല്ല മണമാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു ഗ്ലോയി ഫേസ് കിട്ടും, പെട്ടെന്ന് ഫേസിൽ അബ്സോർബ് ആവുകയും ചെയ്യും. നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് അത്യാവശ്യം ഈ പ്രൊഡക്റ്റ് ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാനില്ല. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഫ്രഷ്നെസ് പോലെ തോന്നും. ഇതും മറ്റേ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു ബ്ലൂ കളറിൻ്റെ ഉണ്ടല്ലോ, 72 hours ഹൈഡ്രേറ്റിംഗ് ജെൽ, അതേപോലെ തന്നെയാണ് എനിക്കിത്. അതിൻ്റെയും നല്ലൊരു ഫ്രഷ്നെസ് ആണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ്. അതേപോലെ തന്നെയാണ് കിക കാമിങ്ങിൻ്റെ യൂസ് ചെയ്യുമ്പോഴും. അപ്പോൾ ആ ഒരു കിക്ക എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്, ഓക്കെ, എന്തോ അറിയത്തില്ല. അപ്പോൾ കിക കാമിങ്ങിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിൻ്റെ ട്രയൽ പോയിന്റ് വരുന്നത് 2. പിന്നെ അതിൻ്റെ ട്രയൽ പാക്കിന് 195 റുപ്പീസാണ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഈ ഒരു റെനിയുടെ ചോക്ലേറ്റ് ബ്രൗൺ അല്ല, അതിൻ്റെ ഇത്തിരി ഒന്ന് ലൈറ്റ് കളറായി വരും. ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രയൽ പോയിന്റ് വന്നിട്ട് 1. പിന്നെ ഇത് ഈ ഒരു ട്രയൽ പാക്കിൻ്റെ ക്യാഷ് വന്നിട്ട് 149 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ഇത്തിരി മുമ്പേ ജസ്റ്റ് ഹെർബ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മിക്സ് ചെയ്തിടും ആ ഒരു ബ്രൗൺ ഇതാണ്. ഞാൻ അതും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്കിത് നല്ല ഇഷ്ടമുള്ള കളറാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ആ ഒരു ഷെയ്ഡാണ്. വേറൊരു പിങ്ക് ഉണ്ട്, ഒരു ബെറി ബ്ലോസം അങ്ങനെ ഒരു കളറുണ്ട്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. നല്ലൊരു ഷെയ്ഡ് കിട്ടും. ഇപ്പോൾ ഒരു ഭയങ്കര ലൈറ്റ് കളറാണെങ്കിൽ അതിനെ ഒന്ന് ഇത്തിരി ഡാർക്കാക്കി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എനിക്ക് ഇതിപ്പം ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഷെയ്ഡുണ്ട് അതിനകത്ത്, ഒരു പിങ്ക് ഷെയ്ഡുണ്ട്, പിന്നെ നല്ല പിങ്കുണ്ട്, ലൈറ്റ് പിങ്കുണ്ട്, പേർപ്പിൾ ഞാൻ കണ്ടായിരുന്നു, പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളർ ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷെയ്ഡിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇതേപോലത്തെ ഒത്തിരി ഡാർക്ക് കളേഴ്സിനോടാണ് താല്പര്യം. കാരണം ഇത് ഡാർക്ക് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഏത് വാങ്ങിച്ചാലും, ഇപ്പോൾ അത് തെറ്റി വാങ്ങിച്ചാലും നമുക്ക് അതിനെ മിക്സ് ചെയ്തൊന്ന് വേറെ കളറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട്
കുഞ്ഞൊരു ബോട്ടിലാണ്. ഇത് 10% നയാസിനമൈഡാണ്. ഇതിനകത്ത് സെയിം മറ്റേ കിക്ക അൾട്ടിമേറ്റ് സ്പോട്ട്ലെസ് ഗ്ലോ ഫേസ് സിറം എന്ന് പറഞ്ഞൊരു സംഭവമാണിത്. ഇതിന് മുമ്പേ നമ്മൾ കിക്ക കാമിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഇല്ലേ, അതിൻ്റെ തന്നെ ഒരു സെറമാണ്. ഇത് വന്നിട്ട് 3 ml വരും. ഇതിൻ്റെ ട്രയൽ പോയിൻ്റ് ആണെങ്കിൽ 3, പിന്നെ 175 ആണ് ഇതിൻ്റെ ഈ ഒരു ട്രയൽ പാക്കറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് അത്യാവശ്യം കൊള്ളാവുന്നൊരു പ്രൊഡക്റ്റാണ്. നയാസിനമൈഡ് എന്തിനാണ്, അത് നമ്മുടെ ഫേസിലെ സ്പോട്ട്സ് അല്ല പോർസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരും, അതൊക്കെ ക്ലോസ് ചെയ്യും. അതേപോലെ ഫേസിന് ഒരു ഫിനിഷ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റി എനിക്ക് അത്രേ പറയാനുള്ളൂ. കൊള്ളാതെ തീർന്നു, ഇത്രയും കൂടെ ഉള്ളൂ, ഇച്ചിരി കൂടെ ഉള്ളൂ. ഇനി കൊള്ളാവുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ മണമായാലും നല്ലൊരു ഫ്രഷ് മണമാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. പക്ഷേ സൂപ്പറാണ്, സൂപ്പർ. നമുക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു പിൽഗ്രിംസിൻ്റെ നൈറ്റ് ക്രീമാണ്. ഇതിനകത്ത് വിറ്റാമിൻ സിയും ഹാലറോണിക് ആസിഡും ആണ് ഉള്ളത്. അപ്പോൾ വിറ്റാമിൻ സിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഹാലറോണിക് ആസിഡ് റെറ്റിനോളും ഉണ്ട്. റെറ്റിനോളിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഏജ് ഗ്രൂപ്പുകാർക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിങ്കിൾസും ഈ ഫൈൻ ലൈൻസൊക്കെ വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഇതൊക്കെ യൂസ് ചെയ്യണം. എനിക്കിത് ആവശ്യം വന്നിട്ടില്ല, പക്ഷേ ഞാനിത് യൂസ് ചെയ്ത് നോക്കി, ഇതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ. ഇപ്പം ഞാനത് യൂസ് ചെയ്തില്ല, കുറച്ചുകൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഹാലറോണിക് ആസിഡിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ഫൈൻ ലൈൻസിനെയൊക്കെ അത്യാവശ്യം അതിനെ ഒന്ന് ബ്ലെമിഷ് ചെയ്തെടുക്കും, അത് കാണത്തില്ല, അതിനെ ഹൈഡ് ചെയ്യും. പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ ഫേസിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിന്നൊന്ന് പ്ലം ആക്കും. നല്ലൊരു അങ്ങനത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കൊള്ളാവുന്ന പ്രൊഡക്റ്റ്. പിന്നെ റെറ്റിനോൾ, ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ റെറ്റിനോൾ പറഞ്ഞിരുന്നത് ആ ഒരു റെറ്റിനോൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഹാലറോണിക് ആസിഡും കൂടെ ഉണ്ട്. അപ്പം യൂസ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ട്. റെറ്റിനോൾ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് ഒന്നൊന്ന് ഡള്ളായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരുന്നു. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് ഇപ്പം തീരെ കഴിഞ്ഞ ജസ്റ്റ് 2 വട്ടം 3 വട്ടം യൂസ് ചെയ്യാനുള്ള ഉള്ളൂ. ക്രീം മാതിരിയാണ്. എന്താ ഇത്രയും കൂടെ ഉള്ളിനി സംഭവം തീർന്ന്, ഇത്രയും കൂടെ ഉള്ളു. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്നൊരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ട്രയൽ പോയിൻ്റ് വന്നിട്ട് 2 ആണ്, 2 ട്രയൽ പോയിൻ്റ്. പിന്നെ ഇതിൻ്റെ ഒരു ട്രയൽ പാക്കറ്റിൻ്റെ പ്രൈസ് 200 ആണ്. അപ്പോൾ ഇനി ഈ ട്രയൽ പോയിൻറ്റ്സ് വെച്ച് വാങ്ങിച്ചതെല്ലാം കിട്ടുന്നു. ഇനി അല്ലാതെ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് അല്ലാത്ത പ്രൊഡക്ട്സാണ്. ഒരു സ്ക്രഞ്ചി കിട്ടി, പിന്നെ ഒരു ലിപ് ഫില്ലർ, പിന്നെ ഒരു പെർഫ്യൂം. അപ്പം സ്ക്രഞ്ചി നല്ലൊരു കളറാണ്. വേറെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് 120. ഇതിൻ്റെ ഇത് 0.1. ഇതല്ലാതെ വാങ്ങിക്കാനാണെങ്കിൽ സ്ക്രഞ്ചീസൊക്കെ 0.1 കിടക്കുന്നത്. നല്ല കളറാണ്. ഒരു ലൈറ്റ് ബ്ലൂ അല്ല, ലൈറ്റ് ബ്ലൂവിനെ കാണാൻ ഒത്തിരി ഒരു ഡാർക്ക് കളർ. പിന്നുള്ളത് ലിപ് ഫില്ലറാണ്. ലിപ് ഫില്ലർ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും, ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ വരുന്നത് ഇത് എപ്പോഴും ഗിഫ്റ്റിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുമല്ല, ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കാണും. ഇത് ഞാൻ അന്നൊന്ന് യൂസ് ചെയ്തേ ഉള്ളൂ, എനിക്കിതെന്തോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഇതിപ്പോൾ ഫീമെയിലാണ്. ഇത് മെയിലിൻ്റെ പെർഫ്യൂം, അത് കാണുന്നില്ല. ഇത് എനിക്കിഷ്ടമല്ല, ഇതിൻ്റെ ഒരു സ്മെല്ല് കൊള്ളാത്തൊരു സ്മെല്ലാണ്, എനിക്കിഷ്ടമല്ല. മറ്റേതും അത് തന്നെ ഒരു വൃത്തിയുടെ സ്മെല്ലാണ്. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിപ് ഫില്ലറിൻ്റെ ലിപ് ഫില്ലറിൻ്റെ ലിപ് ബ്രഷാണിത്. ലിപ് ബ്രഷിൻ്റെ ട്രയൽ പോയിൻ്റ് വരുന്നത് 1 ആണ്. പിന്നെ പ്രൈസ് വരുന്നത് 125 ആണ്. പിന്നെ ഈ പെർഫ്യൂം എനിക്കറിയത്തില്ല, പെർഫ്യൂം 249 അങ്ങനെ എന്തോ ആണ്. രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു 249 അങ്ങനെ എന്തോ. ഞാൻ ഈ പ്രൈസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട്. അതിൻ്റെ പോയിൻറ്റ്സും
അതിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ നോക്കി വായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇനി ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. പിന്നെ ഇന്നത്തെ വീഡിയോസിൽ എന്തെങ്കിലും എറേഴ്സോ വല്ല കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് സ്മിതൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അത് യൂസ് ചെയ്തിട്ട് വല്ല എന്തെങ്കിലും സ്കിന്നിന് വല്ല ഡാമേജോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാവുമ്പോൾ കൂടുതൽ നോളജ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ.